അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പലചരക്ക് സഹകരണ സംഘമായ പാർക്ക് സ്ലോപ്പ് ഫുഡ് കോപ്പ് ഇസ്രായേലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കണമെന്ന് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ചുള്ള അംഗങ്ങളുടെ വോട്ടെടുപ്പിൽ 67% പേരും ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണിത്. ഇതേ തുടർന്ന് ഇസ്രായേലിൽ നിർമ്മിച്ച ബെൽ പെപ്പർ, പേഴ്സിമൺ, ഒലീവ് ഓയിൽ, എള്ളു ഉൽപ്പന്നങ്ങൾ, ഡൊറോട്ട് ഫ്രോസൺ ഹെർബുകൾ, ഒസാം ബാംബ ലഘുഭക്ഷണങ്ങൾ, ഇക്കോലവ് ഷാംപൂ, കണ്ടീഷണർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പാർക്ക് സ്ലോപ്പിന്റെ ഷെൽഫുകളിൽ നിന്ന് നീക്കി. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശയത്തെ തുടർന്നാണ് സയനിസ്റ്റ് രാജ്യത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ പാർക്ക് സ്ലോപ്പ് അംഗങ്ങൾക്കിടയിൽ പൊതുവികാരം ഉണർന്നത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 7000-ഓളം പേരിൽ 4551 പേരും ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് നടന്ന മെയ് 27 തന്നെ ബഹിഷ്കരണം പ്രാബല്യത്തിൽ വന്നു. 1973 സ്ഥാപിതമായ 10000-ലധികം അംഗങ്ങളുള്ള പാർക്ക് സ്ലോപ്പ് ഫുഡ് കോപ്പ് ദീർഘകാലമായി ബ്രൂക്ലിനിലെ പുരോഗമന മൂല്യങ്ങളുടെ പ്രതീകമായി നിലകൊള്ളുന്ന സ്ഥാപനമാണ്. സുരക്ഷാ കാരണങ്ങളാലും ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനായും സൂം വഴിയാണ് വോട്ടെടുപ്പ് നടത്തിയത്. തങ്ങളുടെ ശേഖരത്തിലെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെന്നും അതിനാൽ ഇസ്രായേൽ ഉണ്ടാകുന്ന നേരിട്ടുള്ള സാമ്പത്തിക ഘാതം വളരെ ചെറുതായിരിക്കുമെന്നും കോപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും യുഎസിലെ ഒരു പ്രധാന പുരോഗമന സ്ഥാപനത്തിൽ ഇസ്രായേൽ ബഹിഷ്കരണ വാക്താക്കൾ നേടിയ ശ്രദ്ധേയമായ വിജയം എന്ന നിലയിൽ ഈ വോട്ടെടുപ്പ് ഫലത്തിന് പ്രാധാന്യമുണ്ട്.